ഉംറയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു. യാത്ര പറഞ്ഞ് മുസാഫഹത്ത് ചെയ്യുമ്പോൾ ചിലരൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇങ്ങനെ ഈ യാത്ര പറയുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രത്യേകം ചൊല്ലിപ്പറയാനോ മറ്റോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ഉംറയാണ് ചെയ്തത്? അതിൽ കൂടുതൽ എണ്ണം ഉംറ നമുക്ക് ചെയ്യാമോ? മറ്റാർക്കൊക്കെ വേണ്ടി ഉംറ ചെയ്യാം എന്നൊക്കെയാണ് ഇവരുടെ ചോദ്യത്തിൻ്റെ ഉള്ളടക്കം. ചോദ്യം യാത്ര അയക്കുമ്പോ എന്താണ് പറയുന്നത് എന്നാണ്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊരു യാത്ര അയപ്പും ഒരു ചിത്രമോ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, യാത്ര അയക്കാൻ നമ്മുടെ വീട്ടുകാർ യാത്ര പോകുന്ന ആളോട് അസ്തൗദിഉല്ലാഹ ദീനക വ അമാനത്തക വ ഖവാതീമ അമലിക എന്ന് പറഞ്ഞുകൊണ്ട് അവനെ യാത്ര അയക്കുകയും ആ സന്ദർഭത്തിൽ അവൻ വീട്ടുകാരോട് അസ്തൗദിഉല്ലാഹ അല്ലദീ ലാ തുദിഉ വദാഇഉഹു എന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടുകാരോട് അദ്ദേഹം യാത്ര പറയുകയുമാണ് ചെയ്യേണ്ടത്. അദ്ദേഹം വീട്ടുകാരോട് പറയുന്ന ആ വേർഡിന്റെ ആശയം എന്താണെന്നറിയോ? ഞാൻ നിങ്ങളെ അള്ളാഹുവിൽ ഏൽപ്പിച്ചു പോവുകയാണ്. അള്ളാഹുവിൽ ഏൽപ്പിച്ചതൊന്നും നഷ്ടപ്പെട്ടു പോവില്ല. അത് നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഹിസ്നുൽ മുസ്ലിം എന്ന ദിക്റിന്റെ പുസ്തകം നമ്മുടെ എല്ലാ പള്ളികളിലും കിട്ടും. അതിൽ നമുക്കത് കാണാൻ കഴിയും. അതല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള പള്ളികളിലെ ഇമാമുകളോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അതുപോലെ തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ പറഞ്ഞുകൊണ്ട് പോകുന്നവൻ ഇറങ്ങുകയാണ് വേണ്ടത്. ആ സന്ദർഭത്തിൽ അങ്ങനെ പറഞ്ഞാൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അള്ളാഹുവിന്റെ ആത്മീയ ലോകത്ത് നിന്ന് അവന് വേണ്ടി പ്രഖ്യാപനം ഉണ്ടാകും. ഹുദീത ഉക്കീത വ കുഫീത, നീ സുരക്ഷിതനാണ്, നിനക്ക് ഇത് മതി, നീ നേർമാർഗത്തിലാണ് എന്ന് അള്ളാഹുവിന്റെ ആത്മീയ ലോകത്തിൽ നിന്ന് പ്രഖ്യാപിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുക. പക്ഷെ നമ്മുടെ നാട്ടിൽ ആ ഒരു പുണ്യകർമ്മം നടക്കുമ്പോൾ ഒരുപാട് ശിർക്കും കുഫറും നിറഞ്ഞ പ്രാർത്ഥനകൾ കൊണ്ട് നമ്മുടെ ആ യാത്രക്കാരനെ ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും തള്ളപ്പെടുന്ന സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ കൃത്യമായി പഠിപ്പിച്ചു ഒരാളെ യാത്ര അയക്കേണ്ടത് എങ്ങനെയെന്ന്. നമ്മുടെ എല്ലാവരുടെയും ഇത് കേൾക്കുന്ന ആളുകളുടെയൊക്കെ മഹലിലെ പള്ളിയിലെ ഉസ്താദിനോട് ചോദിച്ചാൽ അത് കൃത്യമായി നിങ്ങൾക്ക് എഴുതി തരും. കൃത്യമായി പഠിക്കാനും എളുപ്പമാണത്. അല്ലാഹു അഅലം.